അങ്ങനെ നമ്മുടെ ഹോങ്ഷിം ആ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ട് അതിലൂടെ പോകുന്ന ഓരോ ആളുകളെയും തൻ്റെ ബ്രദർ ആണോ എന്നുള്ള രീതിയിൽ നോക്കുന്ന ടൈമിലാണ് ഇത് കണ്ടിട്ട് ജയൂൻ അങ്ങോട്ട് വരുന്നതും നിന്റെ ബ്രദർ എന്ത് സാധനാലെ ഇതുവരെയായിട്ടും അനിയത്തിക്ക് കൊടുത്ത വാക്ക് പാലിച്ചില്ലല്ലോ എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവളിങ്ങനെ ക്ലോസ് ആയി നോക്കുന്ന ടൈമിൽ നീ എന്തേ കാണിക്കുന്നതെന്ന് ഹോങ്ഷിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അല്ല ഞാൻ നിന്റെ ഫേസ് ഒന്ന് ശരിക്കും നോക്കുകയായിരുന്നു എന്ന് പറയുന്നത് കേട്ട് ഈ ട്രിക്കിലൊക്കെ മറ്റുള്ള പെൺകുട്ടികൾ വീഴുമായിരിക്കും, പക്ഷെ ഞാൻ വീഴത്തില്ലേ എന്ന് അവളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ജയൂനാണെങ്കിൽ സത്യമായിട്ടും ഞാൻ ഇതിനു മുന്നേ വേറെ പെണ്ണുങ്ങളോടൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് പറയുമ്പോൾ ഞാനിത് വിശ്വസിക്കണോ എന്ന് ഹോങ്ഷിം അവിടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവള് പോകുന്ന ടൈമിൽ ഇവനാണെങ്കിൽ തോട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു വിളക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വിളക്ക് കണ്ടോ, അത് ഞാൻ നിനക്ക് വേണ്ടി ഒഴുക്കി വിട്ടതാണ്, അത് കടലിലെത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കും, നീ എൻ്റെ ബ്രദറിനെ കണ്ടുമുട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയുമ്പോൾ ഇവൾക്ക് എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൾ നോക്കി നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് ആ വിളക്കൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവർ രണ്ടുപേരും ടെൻഷൻ അടിക്കുന്നതും ആ ബ്രിഡ്ജിൻ്റെ താഴേക്ക് ഓടിയെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് ഷൂസ് അഴിക്കുന്നു, ഡ്രസ്സ് അഴിക്കുന്നു, പതുക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കാണുന്ന ഹോങ്ഷിം ആണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് കൂളായിട്ട് ഡ്രസ്സും പൊന്തിച്ച് ആ തോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ആ വിളക്ക് എടുത്ത് നോക്കുന്ന ടൈമിൽ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക സോങ്ജു വില്ലേജിലെ പെൺകുട്ടിയെ എനിക്ക് വീണ്ടും കാണാൻ പറ്റണേ എന്നായിരിക്കും കേട്ടോ. ഇത് കാണുമ്പോൾ ഇവള് ദേഷ്യത്തിൽ നീ എന്നോട് നുണ പറഞ്ഞതാണല്ലേ എന്ന് ജയൂനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയൂനാണെങ്കിൽ അയ്യോ നുണ പറഞ്ഞതൊന്നും അല്ല, അത് എറിഞ്ഞ് കളയല്ലേ, ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ മറ്റൊരു സൈഡിൽ ഇവളുടെ ബ്രദറിനെ മീറ്റ് ചെയ്യണം എന്നുള്ള എഴുതിയത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നിന്റെ ആഗ്രഹം എഴുതി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ചെറുതായിട്ട് ഇതേ സൈഡിൽ ഇത് എഴുതിയതെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ഇവൾക്ക് ചിരി വരുന്നുണ്ട്. ജയൂനാണെങ്കിലോ അവിടെ പറയുന്നുണ്ട്, അതായത് എനിക്ക് ആളുകളുടെ ഫേസ് ഒന്നും അങ്ങനെ ഓർമ്മ വരത്തില്ല, ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് പിന്നീട് ഭയങ്കര ബ്ലറായിട്ടാണ് വരാറ്, അതൊരു അസുഖമാണ്. പക്ഷേ നിന്റെ ഫേസ് അങ്ങനെയല്ല, എനിക്ക് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലങ്ങ് പതിഞ്ഞുപോയി, അതെന്താ കാരണമൊന്നും അറിയത്തില്ല, എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, ചിലപ്പോൾ ഇതൊരു വിധി ആയിരിക്കൂലേ എന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇവളൊന്നും പറയുന്നില്ല കേട്ടോ. ഇവനാണെങ്കിലോ പിന്നീട് വിളക്ക് ഒഴുക്കാൻ പോകുന്നതും ഇവൻ വീഴാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ തന്നെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണെന്ന്. ആ സമയത്താണ് കുറച്ച് ആളുകൾ അങ്ങോട്ട് ഓടിയെത്തുന്നതും ഇത് ഞങ്ങളുടെ മാസ്റ്ററിന്റെ വിളക്കാണല്ലോ, ഇത് താൻ ആരാ എടുക്കാന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നുണ്ട് കേട്ടോ. അടിയുടെ വക്കിലെത്തുമെന്ന് ഉറപ്പാകുന്ന ടൈമിൽ ജയൂനാണെങ്കിൽ ഹോങ്ഷിമിനെയും വലിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട്. പിന്നീട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഹോങ്ഷിമ് നല്ല ഓട്ടമായിരിക്കും, ഇവളുടെ പിന്നാലെ ഓടിയെത്താൻ ജയൂന് കഴിയുന്നില്ല. ഇവനാണെങ്കിൽ ഞാനും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എവിടെ ഇവള് ഭയങ്കര ഓട്ടമായിരിക്കും. അങ്ങനെ പിന്നീട് ഈ ബ്രിഡ്ജിൽ തിരിച്ചെത്തുന്ന ജയൂനാണെങ്കിൽ അവിടെ ഹോങ്ഷിം ഉണ്ടായിരിക്കില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത മാസം 15-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണല്ലേ എന്ന് പറയുന്ന ടൈമിലാണ് അവിടെ നിന്നൊരു കത്ത് കിട്ടുന്നത്. ആ കത്ത് ജയൂൻ വായിക്കുന്നതും ഇവള് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതും ഒരുമിച്ചാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഈ വിളക്ക് ഉണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, കുറേ കാലമായിട്ട് എനിക്കിങ്ങനെ ടച്ചിങ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നിവൻ വായിക്കുമ്പോൾ ഇവനൊരു സന്തോഷം തോന്നുന്നുണ്ട്. 10 വർഷമായിട്ട് ഞാൻ എൻ്റെ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഈ ബ്രിഡ്ജിലേക്ക് വരാറുണ്ട്. ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് ഞാൻ മനസ്സിലാക്കി തുടങ്ങി എൻ്റെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന്. ഇപ്പോൾ ഓരോ മാസം 15-ാം തീയതി ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും അത് തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് വരത്തില്ല, നിങ്ങൾ എന്നെ കാത്ത് ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നായിരിക്കും ആ ലെറ്റർ. ഈ ലെറ്റർ വായിച്ചു കഴിയുന്നതും ജയൂന് എന്തോ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഇനി ഒരിക്കലും ഹോങ്ഷിമിനെ കാണാൻ കഴിയില്ലല്ലോ. ഇതേ ടൈമിൽ നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ ഹോങ്ഷിമ് വീട്ടിൽ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൻ്റെ അടുത്ത് അന്വേഷിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടാണെങ്കിൽ നീ എങ്ങാനും ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് എങ്കിൽ ഞാനും ഇതുപോലെ നാട് വിട്ടേനെന്ന് പറയുമ്പോൾ വൂന്തൂക്കിനാകെ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടാണെങ്കിൽ ഞാൻ തമാശ പറഞ്ഞത്, അവൾ എല്ലാ മാസം 15-ാം തീയതി ഹയാങ് എന്ന വില്ലേജിലേക്ക് പോകാറുണ്ട്, അവിടെ അവളുടെ ഏതൊരു നെയ്ബർ ഉണ്ട്, ആൾക്കെന്തോ ബുക്കിൻ്റെ കടയാണ്, അവിടേക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, എന്തായാലും അവൾ ഇന്ന് തിരിച്ചു വരും, നീ ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫ്രണ്ട് പോകുന്നത്. ഇതേ ടൈമിലാണ് ഗുദൂൾ അങ്ങോട്ട് വരുന്നതും നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്ന ടൈമിൽ നീ എന്നോട് സംസാരിക്കേണ്ട, നീ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല, അങ്ങനെയായിരുന്നെങ്കിൽ ആ മജിസ്ട്രേറ്റ് ഓഫീസിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനൊരു പൊട്ടനാണെന്ന് നീ പറയില്ലായിരുന്നു എന്ന് വൂന്തൂക്ക് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗുദൂളാണെങ്കിൽ എടാ ഞാൻ നിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, നിനക്ക് കടം വീട്ടാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ഇവൻ്റെ കയ്യിലൊരു പാൻ കേക്ക് ഉണ്ടായിരിക്കും, അത് ഇവൻ്റെ വായിലെടുത്ത് തിരികെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്നതും വൂന്തൂക്കിന് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ടല്ലേ, പക്ഷെ ഇതിന് തരത്തില്ല, ഇതെൻ്റെ ഭാര്യയ്ക്കാണെന്ന് ഗുദൂൾ അവിടെ പറയുന്നുണ്ട്. വൂന്തൂക്കാണെങ്കിലോ ഇത് എവിടുന്ന കിട്ടുകയെന്ന് ചോദിക്കുന്നതും ഗുദൂൾ ഇവനെ നേരെ കൊണ്ടുപോകുന്നത് ആ മിസ്റ്റർ പാർക്കിൻ്റെ വീട്ടിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ അവിടേക്ക് വരുന്ന ഗുമസ്തനാണെങ്കിൽ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗുദൂളാണെങ്കിൽ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുമസ്തനാണെങ്കിൽ വൂന്തൂക്കിനെ നോക്കി ഇവൻ എന്ത് പണി കൊടുക്കാനാ എന്ന് ചോദിക്കുമ്പോൾ ഇവന് ശമ്പളമായിട്ട് പൈസയൊന്നും വേണ്ട, പാൻ കേക്ക് മതി, എന്തെങ്കിലും പണി ഉണ്ടായിരിക്കില്ലേ എന്ന് ഗുദൂൾ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഗുമസ്തനാണെങ്കിൽ ഈ വൂന്തൂക്കിന്റെ കൈ പിടിക്കുന്ന ടൈമിൽ ആഹാ എന്ത് അഹങ്കാരം ഉണ്ടായിട്ട് നീ എൻ്റെ കൈ പിടിച്ചത് ചോദിക്കുന്നുണ്ട്. അതായത് വൂന്തൂക്കിന്റെ സംസാരത്തിലൊന്നും ഒരു മാറ്റവും ഇല്ല. അങ്ങനെ പിന്നീട് ഇവരൊരു പാത്രമൊക്കെ ചുമന്നു പോകുന്ന ടൈമിൽ വൂന്തൂക്ക് ചോദിക്കുന്നുണ്ട് ഇതെന്താ പരിപാടി, ഇതേതാ സ്ഥലം എന്നൊക്കെ. അപ്പോൾ ഗുദൂളാണെങ്കിൽ ഇതെവിടുത്തെ വലിയൊരു നോബിൾമാൻ്റെ വീടാ, അയാളുടെ 60-ാമത്തെ പിറന്നാളാ, മിസ്റ്റർ പാർക്ക് അറിയത്തില്ല, എടാ നമ്മുടെ ഹോങ്ഷിമിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞില്ലേ, ആ കിളവൻ്റെ വീടാന്നൊക്കെ ഗുദൂൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ആ ടൈമിൽ ഇവനാണെങ്കിൽ അവിടെ ഹോങ്ഷിമിനെ കാണുന്നുണ്ട്. ഹോങ്ഷിം ആണെങ്കിൽ അവിടെ 2 കുട്ടികൾ ചേട്ടനും അനിയത്തിയായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ പണ്ടത്തെ കാര്യം ഇവൾ ആലോചിക്കുന്നുണ്ട്. അതായത് അച്ഛൻ്റെ വാളെടുത്ത് കളിച്ചതിൻ്റെ പേരിൽ അച്ഛൻ ഇവൾക്ക് ശിക്ഷ കൊടുക്കുന്നതും അങ്ങോട്ട് വരുന്ന ബ്രദർ ആണെങ്കിൽ നിനക്ക് ഈ സൂചി കൊണ്ടൊക്കെ കളിച്ചാൽ പോരെ, പെൺകുട്ടികൾ അങ്ങനെയല്ലേ, എന്തിനാ ഈ വാളെടുത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അതുകൊണ്ട് കളിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു നൈസ് സീൻ ഇവൾ ആലോചിച്ച് ചിരിച്ചു നിൽക്കുന്നതും വൂന്തൂക്കാണെങ്കിൽ ഇവളെ കാണുമ്പോൾ ഇതുപോലെ നൈസായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അതായത് ഇവനിപ്പോൾ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ട്. എന്നാൽ രണ്ടുപേരും പരസ്പരം നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഫേസിൽ എക്സ്പ്രഷൻ അങ്ങ് മാറുകയാണ് കേട്ടോ. ഹോങ്ഷിം ആണെങ്കിൽ അവിടെ നിന്ന് എണീറ്റു പോകുന്നതും വൂന്തൂക്ക് ഇവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ആ ടൈമിൽ ഇവന് നിലത്ത് നിന്നൊരു പാൻ കേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്നൊരു ഫുഡല്ലേ, ഇത് ആരെങ്ങനെ വലിച്ചെറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇവൻ പൊടി തട്ടുന്ന ടൈമിലാണ് കറക്റ്റ് ഹോങ്ഷിം അങ്ങോട്ട് എത്തുന്നതും ഇവനാണെങ്കിൽ പെട്ടെന്ന് ഞാനിത് കഴിക്കാൻ വേണ്ടി എടുത്തതൊന്നും അല്ലെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഹോങ്ഷിം ആണെങ്കിലോ നീ എന്താ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഒരു വാക്ക് പോലും പറയാതെയല്ലേ നീ ഒരു സ്ഥലത്തേക്ക് പോയത്, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്ന് അറിയൂ എന്നിവൻ പറയാൻ വരുന്നുണ്ട്. പക്ഷെ പകുതിക്ക് വെച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് അസ്വസ്ഥതയായി എന്നിവൻ പറയുന്നത് കേട്ട് നീ ഇവിടെ ഇപ്പം നിൽക്കുന്നത് കൊണ്ട് എനിക്കാണ് അസ്വസ്ഥത, മര്യാദയ്ക്ക് വീട്ടിലേക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ചൂടാകുന്നുണ്ട്. ആ ടൈമിലാണ് ഗുദൂൾ അങ്ങോട്ട് വരുന്നതും ഇവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്, ഏതെങ്കിലും ഒന്നിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയ്യ ഇനി കടം കൊടുക്കാനെന്ന് അവിടെ ഹോങ്ഷിമ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഗുദൂളാണെങ്കിൽ ഇവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഇവൻ പാൻ കേക്ക് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ ആകെ നാണം കേടുകയാണ്. ഞാൻ എപ്പോൾ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഹോങ്ഷിം ആണെങ്കിൽ ഓഹോ അത് ശരി, അപ്പോൾ ഈ നിലത്തുനിന്ന് കിട്ടിയ പാൻ കേക്ക് കഴിക്കാനായിരുന്നു അല്ലേ നോക്കിയത്, എന്നാ കഴിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇത് കാണുന്ന ഗുദൂളാണെങ്കിൽ ശരിക്കും നീ ഇത് കഴിക്കാൻ നോക്കിയതാണെന്ന് പറയുമ്പോൾ ഇവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ ഈ മിസ്റ്റർ പാർക്കും കുറേ വേറെ ആൾക്കാരൊക്കെ കൂടി ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഇയാളെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ. അതായത് 60 വയസ്സായിന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ എനിക്കെന്തോ ഞാൻ അവരുടെ കൂടെ ഇരിക്കേണ്ട ആളാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നതും ഇത് കണ്ടുവരുന്ന ഗുമസ്തനാണെങ്കിൽ മര്യാദയ്ക്ക് പണി ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കേക്ക് ഒന്നും തരത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് ചൂടായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. മാസ്റ്റർ പാർക്കാണെങ്കിലോ സ്വന്തമായിട്ട് എഴുതിയൊരു കവിതയൊക്കെ അവിടെ വായിക്കുന്ന ടൈമിൽ ഇത് കണ്ടിട്ട് എല്ലാവരും അടിപൊളിയായിരിക്കുന്നു, നിങ്ങൾ ശരിക്കും ഒരു കവി തന്നെ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട്. ഗസ്റ്റായിട്ട് വന്നൊരു നോബിൾ മാൻ ആണെങ്കിൽ മാസ്റ്റർ പാർക്കിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം ബേർഡിൻ്റെ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അത് കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പോൾ അതൊരു ലേഡി കൊണ്ടുവരുന്ന ടൈമിൽ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു അലവലാതി വേണമെന്ന് വെച്ചിട്ട് ഈ ലേഡീനെ കാല് വെച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. അതായത് ആ സൂപ്പ് മൊത്തം അവിടെ പോവുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ നോബിൾ മാൻ ആകെ ദേഷ്യം വരികയാണ്. 100 യാങ് വിലയുള്ള ഒരു സാധനമാണ് നീ പൊട്ടിച്ചത്, ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ വേറെ ഉണ്ടാക്കി തരാമെന്നൊക്കെ ലേഡി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും റയറായിട്ട് കിട്ടുന്ന ഒരു വിഭവമാണ്, അത് നിനക്ക് എങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റും, ഇവളെ ബന്ദിയാക്കി ഉടനെ തന്നെ അടിക്കൂ എന്നൊക്കെ അവിടെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഹോങ്ഷിം ആണെങ്കിൽ അവൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ, അവൾ കയറി ഇടപെടുന്നുണ്ട് കേട്ടോ. അതായത് ഇത്രയും നല്ലൊരു ദിവസമല്ലേ, അതുകൊണ്ട് താങ്കൾക്ക് ഇത് ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അതെന്ത് വിലയുള്ള സൂപ്പാന്നറിയോ, നിനക്ക് ഉണ്ടാക്കാൻ കഴിയോ, അത് എവിടുന്ന് ഇനി കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ അത് വിലയുള്ള സൂപ്പാണെന്നൊന്നും ആ ലേഡിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കണം എന്നൊക്കെ ഹോങ്ഷിമ പറയുന്നുണ്ട്. അപ്പോൾ ഈ നോബിൾ മാൻ ആണെങ്കിൽ ഒരാളെ കൊന്നതിന് ശേഷം ക്ഷമ ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് രണ്ടും 2 സിറ്റുവേഷൻ അല്ലേ എന്ന് ഹോങ്ഷിം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന മാസ്റ്റർ പാർക്കാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ശരി ഞാൻ ക്ഷമിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് ഡ്രിങ്ക്സ് ഒഴിച്ചു തരണം, ഞാൻ നിൻ്റെ കയ്യിൽ പിടിക്കും, അതൊന്നും നിനക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് കുടിച്ചതായിട്ട് കരുതിക്കോളാം എന്നവിടെ പറയുകയാണ് കേട്ടോ. എന്താ നീ എനിക്ക് ഡ്രിങ്ക്സ് ഒഴിച്ച് തരുന്നില്ലേ, തന്നില്ലെങ്കിൽ 2 എണ്ണത്തിനും ചവിട്ടി പുറത്താക്കുമെന്ന് മാസ്റ്റർ പാർക്ക് പറയുമ്പോൾ ഒരു നിവൃത്തിയില്ലാതെ ഹോങ്ഷിമ അത് ചെയ്യാൻ പോകുന്നതും പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന വൂന്തൂക്കാണെങ്കിൽ ഇവളെ അങ്ങ് തടയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാതെ ഇനിയൊരു സ്റ്റെപ്പ് നീ മുന്നോട്ട് വെക്കരുതെന്ന് വൂന്തൂക്ക് പറയുമ്പോൾ ഇവളുടെ കിളി ശരിക്കും പോകുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഇവളുടെ ഫ്രണ്ട്സും ശരിക്കും ഞെട്ടുന്നുണ്ട്. വൂന്തൂക്കാണെങ്കിലോ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയോട് ഹയർ ഒഫീഷ്യൽസ് ആയ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നാണമില്ലേ, നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് നിയമങ്ങളൊക്കെ ഇവൻ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവൻ കൂളായിട്ട് ഹോങ്ഷിമിന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ആ നോബിൾ മാൻ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒരു ഫൂളായി നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നത്, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടടാ എന്നൊക്കെ ചോദിച്ച് ഇവനെ ചീത്ത പറയുന്നതും. അപ്പം മാസ്റ്റർ പാർക്കാണെങ്കിൽ സംഭവം മന്ദബുദ്ധി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഭാര്യയുടെ മുന്നിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ, നീ ആരാന്ന് നിന്റെ വിചാരം എന്നൊക്കെ മാസ്റ്റർ പാർക്ക് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ 8 വയസ്സുള്ള ഒരു കൊച്ചിന് എഴുതാൻ പറ്റുന്ന കവിത എഴുതിയ നിങ്ങളാണോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ഇവന്റെ ചോദ്യം കേട്ടിട്ട് മാസ്റ്റർ പാർക്കിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. 8 വയസ്സുള്ള കുട്ടി എഴുതുന്ന കവിതയോ, ഞാൻ എഴുതിയ കവിത എന്തർത്ഥമുള്ളതാണെന്നറിയോ, നിനക്ക് അങ്ങനെ എഴുതാൻ കഴിയോ, എഴുതാനും വായിക്കാനും അറിയാത്ത നീയാണോ എന്നെ പഠിപ്പിക്കുന്നതെന്ന് മാസ്റ്റർ പാർക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇയാൾ എഴുതിയ അതേ കവിത തന്നെ വൂന്തൂക്ക് അങ്ങ് കാണാപ്പടം പറയുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് എല്ലാവരും ഒന്ന് ആശ്ചര്യപ്പെടുന്നുണ്ട്. അപ്പം മാസ്റ്റർ പാർക്കാണെങ്കിൽ ശരി ഇത് കവിതയല്ല എന്നാ നീ പറയുന്നതെങ്കിൽ ഇതിലും നല്ല കവിത നീ ഒന്ന് പറ, ഞാനൊന്ന് കേൾക്കട്ടെ, നീ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ 2 എണ്ണത്തിന് ഞാൻ തീർക്കുമെന്ന് മാസ്റ്റർ പാർക്ക് പറയുന്നതും ഇവനാണെങ്കിൽ ഒരു കിടിക്കാച്ചി കവിത അവിടെ ചെല്ലുന്നുണ്ട്
കേട്ടോ. അപ്പം ഇത് കേട്ടിട്ട് ചുറ്റുമുള്ളവർക്ക് എന്തിനു മാസ്റ്റർ പാർക്കിന് പോലും ഒന്നും മനസ്സിലാകുന്നില്ല. വോന്തൂക്കാണെങ്കിൽ എന്താ തർജ്ജമ ചെയ്ത് തരണോ എന്ന് ചോദിച്ചു. അത് തർജ്ജമ ചെയ്തടക്കം കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും മാസ്റ്റർ പാർക്ക് നാണം കെട്ടു. അപ്പം ആളാണെങ്കിൽ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് വലിയ ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചൂടാകുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ കവിത ഉണ്ടാക്കാൻ പറഞ്ഞത്, ഞാൻ അതേ ചെയ്തുള്ളൂ എന്ന് വൂന്തൂക്ക് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം രണ്ടെണ്ണത്തിനും കെട്ടിയിട്ട് നല്ലൊരു ശിക്ഷ കൊടുക്കുമെന്ന് മാസ്റ്റർ പാർക്ക് അവിടെ പറയുന്ന ടൈമിലാണ് ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടിയെത്തുന്നതും ഇവരോട് എന്തോ ഒന്ന് സീക്രട്ടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് ആ രാജകുമാരൻ മരിച്ചു എന്ന കേസ് തന്നെ ആയിരിക്കണം. ഇതൊക്കെ കേട്ട് ഇവർ ശരിക്കും ഞെട്ടുന്നതും ഉടനെ തന്നെ എല്ലാവരെയും അവിടെ നിന്ന് പിടിച്ചു വിടുന്നുണ്ട്. ഹോങ്ഷിം ആണെങ്കിലോ ഇവനോട് ചോദിക്കുന്നുണ്ട് ആ കവിത നിനക്ക് എങ്ങനെ അറിയുക എന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഒന്നും തിരിച്ചു പറയുന്നില്ല കേട്ടോ. മിലിറ്ററിയിലേക്ക് പോകുന്നതിന് മുന്നേ നിനക്ക് എന്തായിരുന്നു ജോലി എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അമ്നീഷ്യ വരത്തില്ലായിരുന്നു എന്നാണ് വൂന്തൂക്ക് അവിടെ പറയുന്നത്. അപ്പം ഇവനാണെങ്കിൽ അല്ല അയാളുടെ വീട്ടിൽ നീ എന്തിനാ ജോലിക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടി എന്ന് ഇവള് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൂന്തൂക്കാണെങ്കിൽ നീ എന്തിനാ ഈ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓ അതോ അയാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നതും എന്ത് എന്നിവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ചോദ്യം കേട്ടിട്ട് ഹോങ്ഷിമിന് ചിരി വരുന്നുണ്ട്. ഒരു പാർട്ടിയല്ലേ, അപ്പം നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പോകണ്ടേ, എന്നാലല്ലേ നന്നായിട്ട് കാശ് കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് വൂന്തൂക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ എന്താ നിനക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്നെ ശരിക്കും അസ്വസ്ഥനാക്കുന്നു. ഈ ഒരു അസ്വസ്ഥത കുശുമ്പാണെന്നാണ് നീ പറയുന്നതെങ്കിൽ അങ്ങനെ എന്നിവനോട് പറയുന്നുണ്ട് കേട്ടോ. ഇനി മുതൽ അയാളുടെ വീടിന്റെ ഗേറ്റ് നീ കടന്നു പോകരുതെന്ന് വൂന്തൂക്ക് അവിടെ പറയുന്നത്. പിന്നീട് ഇവളുടെ ഫേസിൽ തൊട്ടിട്ട് ഇവളുടെ ലിപ്സ്റ്റിക് അങ്ങ് മാച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ ആകെ സ്റ്റക്കായി അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും എനിക്കിന്നൊരു കാര്യം മനസ്സിലായി എന്ന് വൂന്തൂക്ക് പറയുന്നത് കേട്ട് എന്ത് കാര്യം എന്ന് ഇവൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാനൊരു മണ്ടനല്ല, എനിക്ക് പോയംസ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം എന്നിവൻ പറയുന്നതും എന്തായാലും എൻ്റെ പാൻ കേക്ക് കിട്ടിയില്ല, ഞാൻ വന്നത് വെറുതെ ആയി എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കൊട്ടാരത്തിലാണെങ്കിൽ കിംച രാജകുമാരന്റെ ബോഡിയായി എത്തുന്നതും ആളെ എനിക്ക് ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, എന്നെ കൊന്നാലും പ്രഭു എന്നോടെ പറയുന്നുണ്ട് കേട്ടോ. രാജാവാണെങ്കിൽ ആകെ വിറച്ചുകൊണ്ടാണ് മകന്റെ മൃതശരീരത്തിന്റെ അടുത്തേക്ക് വരുന്നത്. അതൊരിക്കലും ലിയൂളായിരിക്കില്ല, അവന്റെ മരണം ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ഇമോഷണൽ ആകുന്ന സമയത്ത് കിംചയുടെ സഹായിയാണെങ്കിൽ താങ്കളെ ഇപ്പോൾ ആ ശരീരം കാണേണ്ട, ശരീരം മൊത്തം ജീർണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് രാജാവിനെ തടയുന്ന ടൈമിൽ രാജാവ് അങ്ങ് ചൂടാവുകയാണ് കേട്ടോ. അതിനുശേഷം മകന്റെ ഫേസ് കാണുമ്പോൾ ആള് ശരിക്കും ഞെട്ടി താഴത്ത് വീണു പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോങ്ഷിമും വൂന്തൂക്കാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതും ഇവന് ഈ ഫുഡ് കഴിക്കാൻ തീരെ ഇഷ്ടമില്ല. ഈ ഫുഡൊക്കെ ഇവിടെ കിട്ടത്തുള്ളൂ, ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാസ്റ്റർ പാർക്കിന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ പോണ്ടി വരും എന്ന് പറയുന്നത് കേട്ട് എനിക്കിത് മതി എന്ന് ഇവൻ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇത് കേട്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവനാണെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റ് ഇല്ലാത്ത സാധനം, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള സംഭവമായിരിക്കൂല എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് കുടിക്കുന്നുണ്ട്. പിന്നീട് ഇവള് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ എന്നാലും ഇന്ന് എന്താ സംഭവിച്ച് നമ്മുടെ വൂന്തൂക്ക് അങ്ങനെ പറഞ്ഞ ടൈമിൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളെ അങ്ങ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ ഫ്രണ്ടാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുമായിരുന്നു. എന്തായാലും തൽക്കാലത്തേക്ക് ഇന്ന് രക്ഷപ്പെട്ടു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇതൊക്കെ കേട്ട് അങ്ങ് അഭിമാനം കൊള്ളുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ഫ്രണ്ട് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ വൂന്തൂക്ക് അത്ര പൊട്ടനൊന്നും അല്ല കേട്ടോ, അവന് കവിതയൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹോങ്ഷിമിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അത് മിലിറ്ററി സർവീസിലുള്ളപ്പോൾ എവിടെന്നെങ്കിലും കേട്ടതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹോങ്ഷിമിന് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹോങ്ഷിമാണെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എടുത്തു കൊടുത്ത് വായിക്കാൻ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ കൂളായിട്ട് വായിക്കുമ്പോൾ ഇവളുടെ കിളി പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവനെ ഹഗ് ചെയ്യുന്നതും നിന്നെ കൊണ്ട് യൂസ് ഇല്ല എന്ന് ആരാടാ പറഞ്ഞത്, ശരിക്കും നീ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കയ്യിൽ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ നിന്റെ ചിരി കാണുമ്പോൾ എനിക്ക് അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു എന്നവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കൊട്ടാരത്തിൽ ഒരു മീറ്റിംഗ് വെക്കുന്നതും കിംച ഒരു നോട്ടീസ് അവിടെ വായിക്കുന്നുണ്ട്. അതായത് രാജകുമാരൻ മരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ആ മരണാന്തര ചടങ്ങുകളിൽ വളരെ ചുരുക്കം പേര് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അതായത് മകന്റെ ആ ജീർണിച്ച ശരീരം മറ്റുള്ളവർ കാണുന്നതിൽ രാജാവിന് ആഗ്രഹമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മകനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും അതിനൊരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിക്കുന്നുണ്ട്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വം വഹിക്കുന്നത് കിംചയാണെന്നൊക്കെ കിംച തന്നെ വായിക്കുന്നുണ്ട്. പിന്നീട് മറ്റുള്ള വൈസ് പ്രീമിയേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ക്യൂവിന്റെ സ്പൈ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് ഇതൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ, അല്ല ഈ മരണാന്തര ചടങ്ങുകൾ ഒരു റിലേറ്റീവ്സ് പോലും ഇല്ലാണ്ട് ഇത്രയും ചുരുക്കി നടത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പം മറ്റൊരാൾ പറയുന്നുണ്ട് എന്തായാലും രാജകുമാരൻ മരിച്ചത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറഞ്ഞല്ലോ, അതിന്റെ തലപ്പത്തിരിക്കുന്നത് ആരാ, കിംചയാണ്. അതെന്തായാലും നല്ലതല്ല, കാരണം അയാൾ മിക്കവാറും രാജ്ഞിയെയും രാജ്ഞിയുടെ മകനെയും കുറ്റക്കാരനാക്കാനേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് അയാളെ നമുക്ക് എങ്ങനെയെങ്കിലും ആ പൊസിഷനിൽ നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ ക്യൂവിന്റെ സ്പൈ അവിടെ പറയുന്നുണ്ട് രാജകുമാരൻ മരിച്ചല്ലോ, അതുകൊണ്ട് ഇനി കിംചയ്ക്ക് വലിയ റോളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന മറ്റ് പ്രീമിയർ പറയുന്നുണ്ട് അതായത് നിനക്ക് അയാളെ ശരിക്കും അറിയത്തില്ല, അയാൾ ശരിക്കും ഒരു കുബുദ്ധിക്കാരനാണെന്നൊക്കെ ഇവരവിടെ പറയുന്നുണ്ട്. ക്യൂവിന്റെ സ്പൈ ആണെങ്കിലോ എന്തൊക്കെ പറഞ്ഞാലും ക്യൂനും അതുപോലെ ക്യൂവിന്റെ മകനും ആളാണല്ലോ ഇനി അടുത്ത രാജകുമാരനാകാൻ പോകുന്നത്, ആളും നമ്മുടെ സൈഡിൽ തന്നെയല്ലേ ഉള്ളതെന്ന് ഇവൻ പറയുന്നുണ്ട്. നെക്സ്റ്റ്
സീനിൽ ക്യൂനാണെങ്കിൽ വളരെ സന്തോഷത്തിൽ തൻ്റെ മകനോട് വന്ന് പറയുന്നുണ്ട്, അടുത്ത രാജാവ് നീയായിരിക്കും, നമ്മുടെ ആഗ്രഹം അങ്ങനെ നടക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന മകനാണെങ്കിൽ ലിയോളിന് എന്തു പറ്റി, അപകടം പറ്റുമോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ജയൂനാണെങ്കിൽ നേരത്തെ ആ ഫിസിഷ്യന്റെ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ വിട്ടയക്കുകയാണ്. അപ്പോൾ ഓഫീസർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ആളെ വിട്ടയക്കുന്നതെന്ന്. അപ്പോൾ ജയൂൻ പറയുന്നത്, ഇയാൾ പറഞ്ഞല്ലോ 2 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ അയാൾ 2 വർഷമായിട്ടൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. ആ ആരോ ശരിക്കും അങ്ങനെയല്ല പിടിക്കേണ്ടത്. ഇതെനിക്ക് അന്ന് തന്നെ മനസ്സിലായതാണ്. അയാളല്ല കള്ളൻ. മാത്രമല്ല അയാളുടെ വീടൊക്കെ ഞാൻ പരിശോധിച്ചതാണെന്ന് പറയുമ്പോൾ ഈ ഓഫീസർ ചോദിക്കുന്നുണ്ട്, അയാളല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അയാളെ കൊണ്ട് ഈ കുറ്റസമ്മതം നടത്തിയതായിരിക്കുമല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് അയാളെ വെച്ച് എളുപ്പത്തിൽ സാധിക്കില്ലായിരുന്നു. ഈ എന്തിനാ പറഞ്ഞയച്ചെന്ന് ചോദിക്കുമ്പോൾ ജയൂനാണെങ്കിൽ, താങ്കൾ ഉദ്ദേശിക്കുന്നത് അയാളെ ടോർച്ചർ ചെയ്തിട്ട് അറിയാമെന്നാണോ? അതൊക്കെ മോശമല്ലേ? അതിന് പകരം അയാളെ നമുക്ക് പറഞ്ഞയക്കാം, എന്നിട്ട് അയാളെ ഫോളോ ചെയ്തത് ആരാന്ന് കണ്ടെത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓഫീസറാണെങ്കിൽ, എന്നിട്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ദേ അയാൾ പോകുന്നു, അയാളുടെ പിന്നാലെ പോയി നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജയൂനാണെങ്കിൽ, അയ്യോ ആൾ പോയല്ലേ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന നമ്മുടെ ജയൂന് ഇയാളെ മിസ്സാവുകയാണ്. ആ ടൈമിലാണ് നേരത്തെ ആ ബാറിൽ വെച്ച് കണ്ട ലേഡിയായിട്ട് കൂട്ടിമുട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ലേഡിയാണെങ്കിൽ, നിങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ ഇവന് ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ല. ഇവൻ ഈ ആളുകളുടെ ഫേസ് പെട്ടെന്ന് മറന്നു പോകുന്ന ടൈപ്പാണല്ലോ. ഇവളാണെങ്കിൽ, എന്നെ വീണ്ടും മറന്നു, എൻ്റെ ശബ്ദം കേട്ടിട്ട് ഓർമ്മയില്ല എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വർത്താനൊക്കെ കേട്ട് ഇവനങ്ങ് ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ, എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, രാജകുമാരൻ മരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, രാജകുമാരൻ മരിച്ചെന്നോ എന്ന് ജയൂൻ അവിടെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ, നിങ്ങളത് അറിഞ്ഞില്ലേ, നോട്ടീസൊക്കെ കണ്ടല്ലോ ഓഫീസിൻ്റെ മുന്നിലെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ കിംചയാണെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ വിളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹോങ്ഷിമിൻ്റെ ബ്രദറിനെ, അതായത് ആ ഡെഡ് ബോഡി രാജകുമാരൻ്റെ അല്ല, അത് അവൻ്റെ ഗാർഡിനെയാണ്. അവർ രണ്ടുപേരും വസ്ത്രങ്ങൾ മാറി നിങ്ങളെ പറ്റിച്ചതാണ്, അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, അവനെ കൊന്നിട്ട് അവൻ്റെ തല ഇവിടെ എത്തിക്കണമെന്ന് പറയുമ്പോൾ ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ, എന്തായാലും ഇതുവരെ അവസാനിച്ചിട്ടില്ലല്ലോ ഈ യുദ്ധം, ഞാൻ എന്തായാലും കണ്ടെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ തെറ്റ് വരുത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ കിംചിയാണെങ്കിൽ ഇവൻ്റെ കഴുത്തിൽ ജസ്റ്റ് ഒന്ന് കോറുന്നുണ്ട് കേട്ടോ ആ വാളുകൊണ്ട്. ഇതേ സമയം ജയൂൻ്റെ അടുത്തേക്കാണെങ്കിൽ, അതായത് കിംചിയുടെ ആ സഹായിയോട് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ രാജകുമാരന് വേണ്ടിയിട്ട് വില്ലേജിലൊക്കെ അന്വേഷിക്കണമെന്ന്, ആ ഗാർഡ് ഇവൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അതിനുശേഷം ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ത് ഈ ലെറ്റർ എന്ന് ചോദിക്കുമ്പോൾ, രാജകുമാരൻ നിനക്ക് തരണം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, ഈ മാസം 15-ാം തീയതി നിനക്ക് തരണം എന്നാൾ പറഞ്ഞത്. ഞാൻ അന്ന് വിചാരിച്ചു നിനക്ക് എന്തിനാ ഈ ലെറ്റർ അദ്ദേഹം തരുന്നതെന്ന്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ആ പൂജയ്ക്ക് പോയ ടൈമിലാണല്ലോ ആൾക്ക് ഈ അപകടം പറ്റുന്നത്, ആ ടൈമിൽ തന്നെ ഈ അപകടം പറ്റുമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കാമെന്ന് ഇയാൾ പറയുകയാണ്. അങ്ങനെ ജയൂൻ ഈ ലെറ്റർ കൊടുക്കുന്നുണ്ട്. ജയൂനാണെങ്കിൽ പിന്നീട് ആ ലെറ്റർ വായിക്കുന്നതും അത് വീണ്ടും ഒരു പസിലായിരിക്കും കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഹോങ്ഷിമിനെയും വൂന്തൂക്കിനെയാണ് കാണിക്കുന്നത്. അതായത് വൂന്തൂക്കിനെ എഴുതാനും വായിക്കാനൊക്കെ അറിയാലോ, അതുകൊണ്ട് തന്നെ ഇവൾ ഒരുപാട് നോവൽസ് കൊടുന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഓരോ ബുക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം പൈസ കിട്ടുമെന്നൊക്കെ ഇവൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവനെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു റൊമാൻറ്റിക് നോവലാവട്ടോ ഇവൾ വായിക്കുന്നത്. അപ്പോൾ മഴ വന്നു, രണ്ടുപേരും ഒരു വീട്ടിൽ കയറി നിന്നു. അപ്പോൾ ഇവളെ കാണാൻ ഭയങ്കര മനോഹരമായിട്ടുണ്ടായിരുന്നു, ഇവളുടെ കൈ കയറി പിടിച്ചു എന്നൊക്കെ വായിക്കുന്ന നമ്മുടെ ഹോങ്ഷിമാണെങ്കിൽ പിന്നീട് ആകെ വിക്കി പോകുന്നുണ്ട്. നീ തന്നെ വായിച്ചേക്ക്, എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് ബ്ലറാവുക, കുറേ നേരം അതിലേ വായിക്കുന്നു എന്ന് പറഞ്ഞ് ഇവൾ നൈസായിട്ട് എസ്കേപ്പ് അടിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ, അതൊന്നും പറ്റത്തില്ല, നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നീ വായിച്ചേ പറ്റൂ എന്നവിടെ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ പിന്നീട് അത് വായിക്കുന്നുണ്ട്. അതായത് അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു, അവളുടെ ശരീരം കണ്ടു എന്നൊക്കെ ആകുന്ന ടൈമിൽ വൂന്തൂക്കിനും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. മതി മതി എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോങ്ഷിമാണെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യമാണോ, ഇവർ ഫസ്റ്റ് ടൈം അല്ലേ മീറ്റ് ചെയ്യുന്നത്, അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ അവർ തമ്മിൽ പ്രണയത്തിലല്ലേ, പ്രണയം സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഹോങ്ഷിം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ, നമ്മൾ തമ്മിലും പ്രണയത്തിലല്ലേ, നീയല്ലേ എന്നെ പ്രണയിച്ചത്, നീ എന്ത് കണ്ടിട്ട് എന്നെ പ്രണയിച്ചു എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ, ഞാനൊന്നുമല്ല ആദ്യം വീണത്, നീയാണ് ഫസ്റ്റ് വീണതെന്ന് പറയുമ്പോൾ, നിന്റെ ഫേസ് കണ്ടിട്ട് ഞാൻ ആദ്യം വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇവിടെ വൂന്തൂക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഹോങ്ഷിമാണെങ്കിൽ, അല്ല എൻ്റെ ഫേസിന് എന്താ കുഴപ്പം, ശരിക്കൊന്ന് നോക്കിക്കേ, ആരാണെങ്കിലും വീണു പോകുമെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവിടെ ഒന്ന് വലിച്ച് നല്ല ക്ലോസ് ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ രണ്ടുപേരും ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഇവരൊരു ചെറിയ നാണൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ ഈ ബുക്സ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതും ഇവർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ, നിങ്ങൾ കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹോങ്ഷിമിനെ പ്രശംസിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന വൂന്തൂക്കാണെങ്കിൽ, ഞാൻ ഇതൊക്കെ ചെയ്തേന്ന് അവിടെ പറയുന്നുണ്ട്. ആഹാ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് കപ്പിളാണല്ലോ എന്നൊക്കെ പറയുന്നതും, ഇനി എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ എഴുതി തരും, അത് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ഇവനാണെങ്കിൽ, പക്ഷേ ഒരു ബുക്കിന് 3 പൈസ വെച്ച് തരണം എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഇവർ തിരിച്ചു
പോകുന്ന ടൈമിൽ ഓങ്ഷിം ആണെങ്കിൽ ആഹാ അപ്പോൾ എഴുതാൻ മാത്രമല്ല ബാർഗെയിൻ ചെയ്യാനൊക്കെ അറിയാലെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഓങ്ഷിം ആണെങ്കിൽ വളരെ സന്തോഷത്തിലായിരിക്കും കേട്ടോ. നിന്നെ പറ്റി ആലോചിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന വൂന്തൂക്കാണെങ്കിൽ നീ ഇത്രയ്ക്കും ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ പൈസ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, ഇത്രയും പൈസ ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടില്ലേ എന്ന് ഇവളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് സൂപ്പ് കഴിക്കണം, അതുപോലെ ഒരു നല്ല ലെതറിൻ്റെ ഷൂ വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നടക്കത്തില്ല, ഒരുപാട് കടമുണ്ട്, അത് വീട്ടാണ് ഈ ക്യാഷ് ഉപയോഗിക്കുന്നതെന്ന് ഇവൾ പറയുന്നത് കേട്ട് ഇത് എൻ്റെ കൂടിയും ക്യാഷ് അല്ലേ എന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട്. ഹോങ്ഷിം ആണെങ്കിലോ അത് ശരിയാ, ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ബൗള് സൂപ്പ് വാങ്ങാം, എന്നിട്ട് 2 പേർക്കും ഷെയർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു ബൗള് സൂപ്പ് പോലും വാങ്ങി തരത്തില്ലേ, ഇത്രയും ചീപ്പാണോ നീ എന്ന് വൂന്തൂക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സൂപ്പ് കുടിക്കാന്നൊക്കെ തീരുമാനിച്ച് പോകുന്ന ടൈമിലാണ് ആ ലോണുകാരൻ വരുന്നത് നമ്മുടെ ഹോങ്ഷിമ കാണുന്നത് കേട്ടോ. ഇവളാണെങ്കിൽ അയാളെങ്ങാനും നമ്മളെ കണ്ട കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവനെയും വലിച്ചുകൊണ്ട് അവിടെയുള്ള ഏതൊരു സ്റ്റോറിൽ ഇടുങ്ങിയ സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ട്. അതെ, നീ വിചാരിക്കുന്ന പോലെയല്ല, അയാൾ ഭയങ്കര ദുഷ്ടനാ, കണ്ടു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് നോക്കത്തില്ല, നന്നായി അടിക്കും, അതുകൊണ്ട് നീ അയാളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കണം എന്നൊക്കെ ഹോങ്ഷിമ ഇവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ എനിക്ക് ആകെ അസ്വസ്ഥത തോന്നുന്നു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതും ഹോങ്ഷിം ആണെങ്കിൽ ഇവന്റെ കൈ വിടുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ആകെ നല്ല ടെൻഷൻ അടിച്ചിട്ട് അത് പിന്നെ നമ്മളിങ്ങനെ ഇടുങ്ങിയ സ്ഥലത്തിൽ നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വൂന്തൂക്കാണെങ്കിൽ അതുകൊണ്ടല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ നിനക്ക് അസ്വസ്ഥത തോന്നുന്നേ എന്ന് നമ്മുടെ ഹോങ്ഷിം ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടിയെന്നാ തോന്നുന്നേ എന്ന് വൂന്തൂക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ഹോങ്ഷിം ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 5 അവസാനിക്കുന്നത്.